പിന്നീട് ക്ലൈമാക്സ് ഭാഗത്ത് ഇയാൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ലാലിനോട് കുറേ നറേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു അത്. പക്ഷേ ലാൽ അതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്, എനിക്കറിയാതെ. ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം മറ്റാണ് ഞാൻ ശരിക്കും ഫ്രഷ് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. അതിൻ്റെ അവൻ വന്നിട്ട് നിങ്ങളാ പടം ഇപ്പോൾ ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല. അതിൽ വന്നിട്ട് ലാൽ ഈ ചിത്രം കാണുന്നതുണ്ട്. ചിത്രം കണ്ടിട്ട് ലാലിൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അയാൾ കാണുന്നത് അയാൾക്കറിയാം ഈ പെൺകുട്ടി അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ അയാൾ വരച്ചിരിക്കുന്ന അവൻ്റെ ഒരു എക്സ്പ്രഷൻ, അത് ലാൽ കണ്ട് അത് അയാൾ കാണുന്നതും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എന്താണെന്നുള്ളത് ഇവനൊക്കെ അവളോട് ഈ അലീനയ്ക്ക് അവനോടുള്ള എല്ലാ സ്നേഹവും എല്ലാം അയാൾക്ക് പൂർണ്ണമായും മനസ്സിലാവുന്ന പോലുള്ളൊരു ഇതിലയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അവളെ. ആ നോട്ടം എനിക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ ഷോട്ടാണത്. ആ ഷോട്ടിന് അത് കഴിഞ്ഞിട്ട് ഷാജിയും ഞാനും കുറേ സംസാരിച്ചിട്ടുണ്ട്. ആ ഷൂട്ടിങ് കഴിഞ്ഞ ദിവസം ആ പർട്ടിക്കുലർ പോർഷൻ എനിക്ക് ഭയങ്കരമായ സന്തോഷം തന്നൊരു ഇതാണ്. അത് ഷാജി, ലാലും, ആ ചിത്രം വരച്ച എൻ്റെ ആർട്ട് ഡയറക്ടർ ശേഖറും, അവരെ 3 കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ. വാനപ്രസ്ഥത്തിൽ കുറേ സീക്വൻസിലൊക്കെ ലാൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഷാജി എടുത്തിട്ടുണ്ട്. അത് ഷാജി ആ എഫർട്ട് എടുത്ത് പറഞ്ഞു. ലാലിൻ്റെ ഒരു ക്വാളിറ്റി ഏതൊരാളും എനിക്ക് തോന്നുമ്പോൾ ഒരു സംവിധായകൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതുണ്ട്. പറഞ്ഞു കൊടുക്കുന്നതിനും അപ്പുറത്തേക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ലാലിനെ ഞാൻ കണ്ടിരിക്കുന്ന ആക്ടർ ആസ് എൻ ആക്ടർ ആ സമയത്ത് മാത്രമേ ലാൽ അത് എടുക്കുക. അത് കഴിഞ്ഞ് അതിന് മുമ്പുള്ള ഫ്രെയിമിലും അത് ശേഷമുള്ള ഫ്രെയിമിലും ലാൽ അഭിനയം എന്ന് പറയുന്നത് അങ്ങനെ കഥാപാത്രം നമ്മളിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാൽ ഇതൊന്നും അല്ല അത്. ഞാനിപ്പോൾ എന്ത് ലാലിനെ പറ്റി പറഞ്ഞാൽ അതൊന്നും അല്ല. അപ്പം ഞാനത് എനിക്ക് കണ്ട എൻ്റെ കഥാപാത്രമായിട്ട് ലാൽ എങ്ങനെ വന്നു അത് യുണീക്കാണ്.